കേസരി ബാലകൃഷ്ണപിള്ളയ്ക്കും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയ്ക്കും ശേഷം സ്വന്തം പ്രസിദ്ധീകരണത്തിന്റെ പേരിൽ അറിയപ്പെട്ട മറ്റൊരാളാണ് കൗമുദി ബാലകൃഷ്ണൻ. നിർഭയനും പ്രഗത്ഭനുമായ പത്രപ്രവർത്തകൻ, ഉജ്ജ്വല വാഗ്മി, ഊർജ്ജസ്വലനായ പാർലമെന്റേറിയൻ, സരസനായ സാഹിത്യകാരൻ തുടങ്ങി കെ ബാലകൃഷ്ണന് അനവധി വിശേഷണങ്ങളുണ്ട്. നാളെ അദ്ദേഹത്തിന്റെ ജന്മദിനം. 1924 ഓഗസ്റ്റ് 12 സ്വാതന്ത്ര്യ സമര സേനാനി സി കേശവന്റെ പുത്രനായിട്ടാണ് തിരുവനന്തപുരത്ത് ബാലകൃഷ്ണൻ ജനിച്ചത്. തിരുവനന്തപുരം ആർട്സ് കോളേജിലാണ് അദ്ദേഹം ഇന്റർമീഡിയറ്റിന് പഠിച്ചത്. വളരെ യാദൃച്ഛ്യമായിട്ടായിരുന്നു കെ ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ പ്രവേശനം. 1942 ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചു. അവർക്ക് ഹാരാർപ്പണം നടത്തിയതിന്റെ പേരിൽ ബാലകൃഷ്ണൻ അറസ്റ്റിലായി. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അറസ്റ്റും ജയിൽവാസവും ഇതായിരുന്നു. ഇന്റർമീഡിയറ്റ് ജയിക്കാൻ ബാലകൃഷ്ണന് 4 പ്രാവശ്യം പരീക്ഷ എഴുതേണ്ടി വന്നു. അതിനാൽ തിരുവനന്തപുരത്തെ കോളേജിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിച്ചില്ല. മധുര അമേരിക്കൻ കോളേജിൽ ധനതത്വശാസ്ത്രം പഠിക്കാൻ പോയി. ബാലകൃഷ്ണന്റെ പ്രസംഗ പാഠവും പൂർണ്ണതോതിൽ പുറത്തുവരാൻ തുടങ്ങിയത് മധുരയിലെ പഠനകാലത്താണ്. ബിരുദം നേടി തിരിച്ചെത്തിയ അദ്ദേഹം തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നു. ആ വർഷം തന്നെ തിരുവിതാംകൂർ സർവകലാശാല യൂണിയന്റെ പ്രസിഡന്റായി. അക്കാലത്ത് കശ്മീരിൽ നിരോധനം ലംഘിച്ച് പ്രവേശിച്ച നെഹ്റുവിന്റെ ശരീരത്തിൽ ബയണറ്റ് കൊണ്ട് മുറിവേറ്റ വാർത്ത രാജ്യത്തെ ഇളക്കിമറിച്ചു. തിരുവനന്തപുരത്ത് ചേർന്ന ഒരു യോഗത്തിൽ ബാലകൃഷ്ണൻ പ്രസംഗിച്ചു. അടുത്ത ദിവസം ശ്രീമൂലം അസംബ്ലിയിൽ ബാലകൃഷ്ണനെ ലോ കോളേജിൽ നിന്ന് പുറത്താക്കിയതായി ദിവാൻ CP രാമസ്വാമി അയ്യർ പ്രഖ്യാപിച്ചു. പിന്നെ കൂടുതൽ ചിന്തിക്കാതെ ബാലകൃഷ്ണൻ പൊതുരംഗത്തേക്കിറങ്ങി. നിരോധനം ലംഘിച്ച് തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി കോൺഗ്രസ് വാർഷികം സംഘടിപ്പിച്ചതിന് അദ്ദേഹം അറസ്റ്റിലായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴും ബാലകൃഷ്ണൻ മറ്റൊരു കേസിൽപ്പെട്ട് തടവറയ്ക്കകത്തായിരുന്നു. പുന്നപ്ര വയലാർ കേസിലെ പ്രതികളെ മോചിപ്പിക്കാനായി നടത്തിയ ജയിൽ വിമോചന സമരത്തിന്റെ മുൻപിൽ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. ആദ്യം കേരള കൗമുദിയുടെ രാഷ്ട്രീയ ലേഖകനായും പിന്നീട് പ്രത്യേക ലേഖകനായും കെ ബാലകൃഷ്ണൻ ജോലി ചെയ്തു. 1949 ബാലകൃഷ്ണൻ പത്രാധിപരായി കൗമുദി വാരിക പ്രസിദ്ധീകരിച്ചു തുടങ്ങി. മലയാളത്തിൽ പത്രാധിപരോട് ചോദിക്കുക എന്ന പംക്തിക്ക് തുടക്കമിട്ടത് കെ ബാലകൃഷ്ണനായിരുന്നു. 1949 അവസാനമായപ്പോഴേക്കും സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകി. ബാലകൃഷ്ണനും അതോടൊപ്പം ചേർന്നു. 1952 തെരഞ്ഞെടുപ്പിൽ ഇരവിപുരത്ത് കെ ബാലകൃഷ്ണന്റെ അച്ഛൻ സി കേശവൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. അവിടെ RSP സ്ഥാനാർത്ഥിയായ KP രാഘവൻ പിള്ളയ്ക്ക് വേണ്ടി ബാലകൃഷ്ണൻ അച്ഛനെതിരായിട്ട് പ്രസംഗിക്കുക പോലും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ പക്ഷേ സി കേശവൻ ജയിച്ചു. 1954 തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം 1 നിയോജക മണ്ഡലത്തിൽ നിന്ന് ബാലകൃഷ്ണൻ RSP സ്ഥാനാർത്ഥിയായി വിജയിച്ചു. 3 വർഷം മാത്രം നിയമസഭാംഗമായിരുന്ന അദ്ദേഹം മികച്ച പാർലമെന്റേറിയൻ എന്ന പേര് സ്വന്തമാക്കി. പിന്നീട് ഏതാണ്ട് ഒരു ദശകക്കാലത്തോളം ബാലകൃഷ്ണൻ പത്രപ്രവർത്തനവും സാഹിത്യ പ്രവർത്തനവുമായിട്ടാണ് കഴിഞ്ഞുകൂടിയത്. 1971 അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് ബാലകൃഷ്ണൻ ലോക്സഭയിലേക്ക് മത്സരിച്ചു, വിജയിക്കുകയും ചെയ്തു. പത്രാധിപർ പാർലമെന്റ് അംഗമായതോടെ കൗമുദി വാരിക പൂർണ്ണമായും നിലച്ചു. ലോക്സഭയിലെ കാലാവധി പൂർത്തിയായ ശേഷം ബാലകൃഷ്ണൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങി. 1984 ജൂലൈ 16 അദ്ദേഹം